ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ നടത്തിയൊരു ചർച്ചയായിട്ട് ബന്ധപ്പെടുത്തുന്നത് ഈ എന്താ പറയുക ഒരു ജാവ ഡെവലപ്പർ അല്ലെങ്കിൽ ഈവൻ സി ഷാർപ്പ് ഡെവലപ്പർ, ഞാൻ എസ്പെഷ്യലി ജാവയാണ് ഫോക്കസ് ചെയ്യാൻ നോക്കുന്നത്. ജാവ ഡെവലപ്പർ മറ്റേ എന്താ പറയുക ഈ റസ്റ്റ് പഠിക്കാൻ പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് അയാൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊപ്പ് ജാവ ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നത് ഊപ്പ് മറ്റേ എന്താ പറയുക ക്ലാസ് ബേസ്ഡ് ഊപ്പാണ്. ഓക്കെ, അപ്പൊ ബേസ് ക്ലാസ് ഉണ്ടാവും, ഡെറൈവ് ക്ലാസ് ഉണ്ടാവും, അബ്സ്ട്രാക്ട് ഇൻഹെറിറ്റൻസ്, അങ്ങനെയാണ് ജാവ അതിനെ മോഡൽ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ഒരു ക്ലാസിക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലാണ് ജാവ ഫോളോ ചെയ്യുന്നത്. അതിന് കഴിഞ്ഞിട്ട് ശേഷം ജാവയ്ക്ക് ഇപ്പോൾ ആൾജിബ്രായിക് ഡാറ്റ ടൈപ്സും അങ്ങനത്തെ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് സെൻട്രിക് കൺസ്ട്രക്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും പ്രൈമർലി ജാവ ഒരു ആൾവേസ് വെർച്വൽ മോഡലിൽ ഒരു ക്ലാസ് ബേസ്ഡ് ഊപ്പാണ് ഫോളോ ചെയ്യുന്നത്. എന്ന സ്ഥാനത്ത് ഈ എന്താ പറയുക ഇൻഹെറിറ്റൻസ് ബേസ്ഡ് പോളിമോർഫിസം എന്ന് പറയാം എന്റെ ഡിഫോൾട്ട്. ഓക്കെ, ഇൻഹെറിറ്റൻസ് ഇല്ലാതെ പോളിമോർഫിസം ചെയ്യാൻ വേണ്ടിയുള്ള കൺസെപ്റ്റ്സ് പിൽക്കാലത്ത് വന്നെങ്കിലും അതൊന്നും അത്ര വോഗിലല്ല. അതിപ്പോ ഈവൻ ഇപ്പോ റെക്കോർഡ് ടൈപ്പും ഇപ്പൊ എന്താ പറയാ യൂണിയൻ ടൈപ്പ് സി ഷാർപ്പിൽ വരാൻ പോകുന്നുണ്ട്, ജാവയിൽ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. എന്താ ഈ റസ്റ്റ് ഫോളോ ചെയ്യുന്നത് കോമ്പോസിഷൻ ഓവർ ഇൻഹെറിറ്റൻസ് എന്നൊരു മോഡലാണ്. ഇപ്പോൾ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിന്റെ ഒരു റെക്കോർഡ് ഒരു ടൈപ്പിന്റെ ഉള്ളിൽ വേറെ ടൈപ്പ് എംബെഡ് ചെയ്ത് പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക ഡീകൺസ്ട്രക്ട് ചെയ്തിട്ട് ലോജിക് എഴുതുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോ ഈ മെത്തേഡ്സ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാച്ച് ചെയ്യുകയാണ് ഡാറ്റയോട്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഊപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാറ്റയും കോഡും കൂടി ഒറ്റ ക്യാപ്സ്യൂളാക്കാണ്. പക്ഷേ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് അതിനെന്താ ചെയ്തേ, ഡാറ്റ ഇമ്മ്യൂട്ടബിൾ ആയതുകൊണ്ട് പബ്ലിക് ആയാലും എൻക്യാപ്സുലേഷൻ ഒന്നും അധികം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, മറ്റേ ഫങ്ഷൻസ് ട്രാൻസ്ഫോം ചെയ്യാണ്. മ്യൂട്ടബിലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സാധനമല്ല. അപ്പൊ ഡാറ്റയും ഫങ്ഷനും തിരിക്കുകയാണ് ചെയ്തത്. ഈവൻ ഊപ്പിൽ തന്നെ കോമ്പോസിറ്റ് വിസിറ്റർ ഇതൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ ഫങ്ഷൻ പ്രോഗ്രാമിംഗ് ഇപ്പൊ എന്താ പറയാ ഒരു ഡാറ്റ എന്നിട്ട് അത് മറ്റേ എന്താ പറയാ ലീനിയർ ഡാറ്റ ആണെങ്കിൽ സീരീസ് ഓഫ് ഫങ്ഷണൽ ട്രാൻസ്ഫോർമേഷൻ പോകും. ഇനിയിപ്പോ കോമ്പൗണ്ട് ഡാറ്റ ആണെങ്കിൽ മറ്റേ പാറ്റേൺ മാച്ചിങ്ങും അതൊക്കെ വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ഫോളോ ചെയ്യുന്നത് ട്രേറ്റ് ബേസ്ഡ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പൊ അത് ഇറ്റ് വിൽ ഗെറ്റ് സം ടൈം യൂസ്ഡ് ഇറ്റ്. ഇഫ് യു ആർ ഡൺ ഗോ ഓക്കെ, നിങ്ങൾ കുറച്ചും കൂടി യു വിൽ ബി മോർ അറ്റ് ഹോം. അതാണ് ഫസ്റ്റ് പ്രശ്നം തന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലെവലിലാണ്. അടുത്തത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ അൺലൈക്ക് ജാവ റസ്റ്റ് ഡു നോട്ട് ഹാവ് എ ഗാർബേജ് കളക്ടർ. അപ്പോ ഇപ്പോ നേറ്റീവ് കോഡില് ഗോ സപ്പോർട്ട്സ് എ ഗാർബേജ് കളക്ടർ. അങ്ങനെയാണ് ഗോ ഈസ് ആക്ച്വലി പെർഫോമിങ് ഓൾ ഓഫ് ഇറ്റ്സ് മാജിക്. പക്ഷേ മറ്റേ സ്വിഫ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് റെഫറൻസ് കൗണ്ടിങ് ആണ്. അതായത് ബൈ ഡൂയിങ് സ്റ്റാറ്റിക് അനാലിസിസ് ദേ ഇൻജെക്ട് റിട്ടൈൻ ആൻഡ് റിലീസ് കോഡ് വെനെവർ ഇറ്റ് മാറ്റേഴ്സ്. പിന്നെ വീക്ക് റെഫറൻസസ് വെച്ചിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. റസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബൈ സ്ട്രിക്റ്റ് ഓണർഷിപ്പ് പ്രോട്ടോകോൾ മെയിൻ ചെയ്യുന്ന ഓണർഷിപ്പ് ഓണ്ടോളജിക്കലാക്കാന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ഇതൊരു മൂവ് സെമാൻറ്റിക്സ് ആണ്. ഓൺലി വൺ ഓണർ വൺ അറ്റ് എ ടൈം. അപ്പോ അഫൈൻ ടൈപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെ ആണ് എന്താ പറയാ ഈ റസ്റ്റ് അതിന്റെ ഡാറ്റ എന്താ പറയാ മോഡൽ ചെയ്തേക്കുന്നത്. ഇപ്പോ എന്താ പറയാ അപ്പോ നമ്മുടെ ജാവ ഡെവലപ്പേഴ്സ് പൊതുവെ ഗാർബേജ് കളക്ടേഴ്സിനെയാണ് മറ്റേ എന്താ പറയാ അതിനെ അവര് റിലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, റസ്റ്റ് സ്ട്രിക്റ്റ് ഓണർഷിപ്പ് ബേസ്ഡ് അല്ലെങ്കിൽ ബോറോ ചെക്കർ എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കാണ്. സ്റ്റാറ്റിക്കലി അതായത് വിതൗട്ട് എ ഗാർബേജ് കളക്ടർ ദേ ആർ ഡൂയിങ് ദ തിങ്സ് എന്നാണ് ഞാൻ പറയാൻ നോക്കുന്നത്. ഇപ്പോ
കമ്പൈലർ ഒരു വാള് മാതിരി നിൽക്കുകയാണ്. അപ്പൊ അത് ബുദ്ധിമുട്ട് ഇത് ചെയ്യാണ്. ഇപ്പൊ ഒരാൾ പറഞ്ഞ കാര്യമാണ്, അതായത് എനിക്ക് പരിചയമുള്ള എൻ്റെ ഫ്രണ്ട് പറഞ്ഞ കാര്യം, അതായത് റസ്റ്റ് ഈസ് ആക്ച്വലി C++ ഈസ് ആക്ച്വലി ഓർ ജാവ C# ഒക്കെ ഫുട്ബോൾ കളിക്കുന്ന ഐഡിയ. ഇന്ന സ്ഥാനത്ത് റസ്റ്റ് ഒരു ടേബിൾ ടെന്നീസ് ഗെയിം മാതിരിയാണ്. ഇപ്പോൾ nuances are there, it takes time, and the rules are also more complicated than that of football. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്തത് ഊപ്പിന്റെ സ്റ്റൈലാണ്. സെക്കൻഡ്, ഗാർബേജ് കളക്ടർ ഇല്ല എന്നുള്ളത് ഒരു ഒരു മേജർ ഡിഫറൻസ് ആണ്. ഗോ ഈ ഗാർബേജ് കളക്ടർ ഉണ്ട്, സ്വിഫ്റ്റിന് ഗാർബേജ് കളക്ടർ എങ്കിലും ഓട്ടോമാറ്റിക് റെഫറൻസ് കൗണ്ടിങ് ഉണ്ട്. ഇവിടെ കമ്പൈലറിന്റെ ടൈപ്പ് അനാലിസിസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെക്സ്റ്റ് ഇപ്പൊ ജാവയിലൊക്കെ സ്ട്രക്ചേർഡ് കൺകറൻസി, ഫ്യൂച്ചേഴ്സ്, പിന്നെ RX, അങ്ങനെ ഡിക്ലറേറ്റീവ് ത്രെഡിങ് മോഡൽ ഉണ്ടെങ്കിലും മറ്റേ റസ്റ്റില് നിങ്ങൾ എന്താ പറയാ വളരെ ലോ ലെവലില് ത്രെഡ് പൂളും ഫ്യൂച്ചറൊക്കെ ജാവയിലുണ്ട്. പക്ഷെ റസ്റ്റില് എന്താ പറയാ അങ്ങനെ ഒരു ഇതില്ല. ഏതാ മറ്റേ ത്രെഡും സെൻഡ് സിങ്ക് എന്നൊക്കെ പറഞ്ഞ ലോ ലെവൽ പ്രിമിറ്റീവ്സേ ഉള്ളൂ. ഇപ്പൊ കുറച്ചും കൂടി ഒരു പ്രൊസീജറൽ ത്രെഡിങ് മോഡലാണ് ഉള്ളത്. പിന്നെ അടുത്ത ഒരു ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മറ്റേ എന്താ പറയാ ഈ മറ്റേ ID, ഇപ്പോ എക്ലിപ്സ് അല്ലെങ്കിൽ ഇന്റലിജ്, അതിന്റെ ആ IDയുടെ കൺഫൈൻസ്, അതിപ്പോ ഈവൻ C# ആണെങ്കിലും അതിന്റെ ഈ കൺഫൈൻസിലാണ് എല്ലാ ഡെവലപ്മെന്റും നടക്കുന്നത്. പക്ഷെ റസ്റ്റ് കുറച്ചും കൂടി ഒരു കമാൻഡ് ലൈൻ ടൂൾ സെൻട്രിക് ആണ്. ഓക്കെ, മേ ബി ദേ ഹാവ് ടേക്കൺ ക്യൂസ് ഫ്രം C++. You'll be using editors and those kind of things. പക്ഷേ എന്താ കാര്യം പറഞ്ഞാൽ, you'll be doing most of the compilation using Cargo. മറ്റേ എന്താ പറയാ അവരുടെ ബിൽഡ് സിസ്റ്റം വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ അടുത്തൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങും ഇമ്പറേറ്റീവ് പ്രോഗ്രാം, ഇത് നേറ്റീവ് കോഡ് ലോ ലെവൽ പ്രോഗ്രാമിങ്ങും കൂടി ഒരുമിച്ച് എന്താ പറയാ അതായത് ഇറ്റ് ഈസ് ട്രൈങ് ടു ബാലൻസ് ബോത്ത്. അതൊരു ഡെലിക്കേറ്റ് ബാലൻസിങ് ആക്ട് ആണ്. നല്ലൊരു ലേണിംഗ് കർവ് ഉണ്ട് ആ ഫങ്ഷണൽ ആസ്പെക്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ലോ ലെവൽ റോ പോയിന്റർ ആക്സസ് അൺസേഫ് ബ്ലോക്കിലോട്ടും, പിന്നെ അത് ക്രിയേറ്റ്, അതായത് ലൈബ്രറീസിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ഒട്ടൊക്കെ പുഷ് ചെയ്യുന്ന ഒരു എന്താ പറയാ ആ പരിപാടിയാണ് മറ്റേ എന്താ പറയാ നമ്മുടെ ഗോ ചെയ്യുന്നത്, ഗോ അല്ല മറ്റേ റസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, മ്യൂട്ടബിലിറ്റി ജാവയില് റാമ്പന്റ് ആണ്. അതായത് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ റസ്റ്റ് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി സ്പെസിഫൈ ആണ് ഇഫ് യു വാണ്ട് ടു ദിസ് തിങ്. പിന്നെ ജാവ റിലൈസ് ഹെവിലി ഓൺ സ്ട്രക്ചർ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, ട്രൈ ക്യാച്ച്, ഫൈനലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ട്രൈ ക്യാച്ച് എസ്പെഷ്യലി, അപ്പൊ ഈ ഇന്ന സ്ഥാനത്ത് ഈ എക്സെപ്ഷനെ ഒരു വാല്യൂ ആയിട്ടാണ്, അല്ലെങ്കിൽ ഓപ്ഷൻ T, അല്ലെങ്കിൽ എന്താ പറയാ ഈ റിസൾട്ട് TE, അതായത് ഒരു വാല്യൂ ആയിട്ടാണ് അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഈ അടുത്ത ഒരു മേജർ ഡിഫറൻസ് ഇവര് ഫോളോ ചെയ്യാൻ പോണത് ജാവക്കാര്. ഒരു ജാവ ഒരു എക്സെപ്ഷൻ സെൻട്രിക്, ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് സെൻട്രിക് ലാംഗ്വേജ് ആണ്. പിന്നെ ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ എന്താ പറയാ ഈ റിഫ്ലക്ഷൻ ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. പക്ഷെ ഇത് ഒരുതരം സ്റ്റാറ്റിക് ഡെസ്പാച്ച് ആണ്. ജാവയിൽ നമുക്ക് ഡൈനാമിക് ഡെസ്പാച്ച് ചെയ്യുക അങ്ങനെ. ഇപ്പൊ ജാവയുടെ റസ്റ്റിന്റെ ഊപ്പ് കറക്റ്റ് ആയിട്ട് അവര് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒബ്ജക്റ്റിന്റെ ലേ ഔട്ട് വളരെ സിമ്പിൾ ആയിരിക്കും. അതായത് ഇറ്റ്സ് നോട്ട് ആക്ച്വലി എന്താ പറയാ ഈ വെർച്വൽ ടേബിൾസിന്റെ കാര്യങ്ങളൊക്കെ അൺലെസ് യു ആർ യൂസിങ് മ്യൂട്ടബിൾ, അവർക്കത് കറക്റ്റ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡാറ്റ പാക്ഡ് ആയിട്ടിരിക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഈ അൾജിബ്രായിക് ഡാറ്റ ടൈപ്പ്
ഡിസൈനിലും പെർഫോമൻസിലൊക്കെ അത് നന്നായി പോസിറ്റീവ്ലി എഫക്ട് ചെയ്യുന്നുള്ളതാണ് ഇതിനെ. അപ്പൊ അതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ജാവ ആൻഡ് C# അവർ കാണിക്കുന്നത് എന്താ വെച്ചാൽ ബൈ സിമ്പിൾ ലിംഗ്വിസ്റ്റിക് കൺസ്ട്രക്ട്സ് വി ക്യാൻ ജനറേറ്റ് കോഡ് ആസ് ഗുഡ് ആസ് C++. ഓക്കെ, അപ്പോൾ ഒരു 97% ഓഫ് ടൈമിൽ ജാവയിൽ അത് പറ്റും. ഒരു 98.5 മറ്റേ എന്താ പറയുക, അത് റസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്. വിത്തൗട്ട് ഗെറ്റിംഗ് into low level details, you can actually write good code. എന്ന സ്ഥാനത്ത് പക്ഷേ ഒരു ലാസ്റ്റ് 1.5% ആയിരുന്നു. അപ്പൊ അത് ഐ തിങ്ക് C++ ആക്ച്വലി ട്രയംസ് ഓവർ റസ്റ്റ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ജാവ ഒരു എന്താ പറയാ, ഈ സ്മോൾ യൂട്ടിലിറ്റീസ് എഴുതുക. പക്ഷേ ഐ തിങ്ക് ഇൻ ദ എന്റർപ്രൈസ് വേൾഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് റസ്റ്റ് ഈസ് ആക്ച്വലി ഗോയിങ് ടു മേക്ക് ദാറ്റ് കൈൻഡ് ഓഫ് എൻ ഇമ്പാക്ട് the way the aficionados of the language are trying to പിന്നെ ഈ നള്ളിനെ ഓപ്ഷൻ വെച്ചിട്ടാണ് അവർ ഇത് ചെയ്യണേ. അതേമാതിരി തന്നെ ഈ എക്സെപ്ഷൻസ് ക്യാച്ച് ചെയ്തിട്ട് ഓപ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, there is no, ഇപ്പോ റെസ്റ്റില് there is no garbage collector, there is no class based loop, reflection is not there, പിന്നെ exception handling is actually discouraged, means throwing the exceptions are discouraged, nulls are actually discouraged. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്തിനാണ് ട്രെയിൻ ബേസ്ഡ്. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് റെസ്റ്റ് പെർഫോമൻസ് യൂസ് ചെയ്യുന്നത്? അപ്പൊ പെർഫോമൻസിന് വേണ്ടിയാണ് അങ്ങനത്തെ ഒരു എന്താ പറയാ, ഈ വാല്യൂ ലേഔട്ട് അവർ അല്ലെങ്കിൽ ഒബ്ജക്ട് ലേഔട്ട് അവർ ചെയ്തേക്കണേ. അപ്പൊ ഐ തിങ്ക് ദേ ഹാവ് ഡൺ ഇറ്റ് വെൽ. അപ്പോ ജാവ എൻട്രൻഡ് ആയിട്ട് അല്ലെങ്കിൽ C# എൻട്രൻഡ് ആയിരിക്കുന്നവർക്ക് ഒരു ചെറിയ ലേണിംഗ് കർവ് ഉണ്ടെന്നാണ് എനിക്ക് എന്താ പറയാ മനസ്സിലായത്. അപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ വിളിച്ചത് ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിയൊരു കൺവെർസേഷനിലെ പോയിന്റ്സ് ഓർത്തെടുത്തിട്ടാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും അഡീഷണൽ സാധനങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ മറ്റേ കമന്റ് ആയിട്ട് കൊടുക്കാം. ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം.